ഹായ് ഹലോ 12th മാച്ചിലേക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ പഞ്ചാബിൻ്റെ ഇതിലുള്ള മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാച്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമ്മൾ മുംബൈൻ്റെ ഒപ്പം കളിച്ച രീതിയിലല്ല നമ്മുടെ ഒരു പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മാച്ചിൽ കളിച്ചത്. നമ്മൾ ഈവൻ ഗോളടിച്ച് വരെ ഹാഫ് ടൈമിന് ശേഷമാണ്, അതും ഐമൻ ഇറങ്ങിയതിന് ശേഷം. ഗോളടിച്ചപ്പോൾ നമ്മുടെ കോച്ചിൻ്റെ ആ ഒരു സ്പിരിറ്റ് നമുക്ക് കാണാമായിരുന്നു. കാരണം ആ ഒരു മാച്ച് ആ ഒരു ലെവൽക്കുള്ളതായിരുന്നു. മെയിൻലി ഡിഫെൻസിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഡിഫെൻസിൽ പല സമയത്തും ഒരു എറർ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം നമ്മുടെ സോം കുമാർ ഗോൾ കീപ്പർ, ജാതി പെർഫോമൻസ്. ആ ഒരു യങ് പ്ലെയറിനെ നമ്മൾ എങ്ങനെയായാലും അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. കാരണം 2 ഇമ്പോർട്ടൻറ്റ് സേവ്സാണ് നമ്മുടെ സോം ചെയ്തത്. സോം പല സമയത്തും കറക്റ്റായിട്ട് അഡ്വാൻസ് ചെയ്ത് വന്ന് ബോൾ കറക്റ്റായി കൈ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാലോ, പഞ്ചാബ് പഴയ പോലെ അല്ല, അത്യാവശ്യം കട്ട ടീം തന്നെയാണ്. നമുക്ക് വന്ന സീസണെ പോലെ അല്ല നമ്മുടെ പഞ്ചാബ്. ISLലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ കടുപ്പം കൂടുകയുള്ളൂ. കാരണം മെയിൻ ടീംസിനായിരിക്കും എന്തായാലും ഇറക്കുന്നുണ്ടാവുക. ഇതിൽ തന്നെ പല പുതിയ പ്ലേയേഴ്സിനെ ഇറക്കിയിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. എങ്ങനെയായാലും ISL വരുമ്പോൾ ഒരു മെയിൻ ടീമിനെ ഇറക്കുന്നുണ്ടാവുക. പിന്നെ നമുക്ക് പറയാന്ന് വെച്ചാലും നമ്മുടെ ISL നമുക്ക് ഡിഫെൻസിന് കോയിഫ് ഉണ്ടാവും. കോയിഫ് ഡൂറൻ കപ്പിലേക്ക് കളിക്കാൻ പറ്റുന്ന സിറ്റുവേഷനല്ല. കാരണം നമ്മൾ ലാസ്റ്റാണ് കോയിഫിനെ സൈൻ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ സ്ട്രൈക്കറും നമ്മുടെ ടീമിലേക്ക് വരുന്നതായിരിക്കും. ഇവർ രണ്ടാളുടെയും പോരായ്മ നമുക്ക് കാണുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവർക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഹാഫ് ടൈമിന് ശേഷം യോംബയെ മാറ്റി ഐമനെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ഗോൾ വന്നത്. യോംബ കമ്പാരിറ്റീവ്ലി നല്ല പെർഫോമൻസ് ആയിരുന്നു. 1-2 കളിക്കാനായാലും. പിന്നെ അതേപോലെ തന്നെ ഹാഫ് ടൈം വരെ നല്ല രീതിക്ക് തന്നെയാണ് യോംബ കളിച്ചത്. ബട്ട് ചില പ്ലേയേഴ്സല്ല, കളിയല്ല, ചില മിസ്റ്റേക്സ് വരാമല്ലോ. അതേപോലെ മിസ്റ്റേക്സ് വന്നുകൊണ്ട് തന്നെ ആയിരിക്കാം ഐമനെ ഇറക്കിയത്. പിന്നെ ഐമൻ ആ ഒരു ഫ്രഷ് ലെഗ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കളിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പല ടൈമിൽ നമുക്ക് ആ ഒരു അൺലക്കി ഫാക്റ്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം 2 പ്രാവശ്യമാണ് നമ്മുടെ പോസ്റ്റ് തട്ടിപ്പോയത്. അതും വൺ ഓഫ് ദം വാസ് ഇൻ ക്രൂഷ്യൽ. ലാസ്റ്റ് സമയത്തായിരുന്നു ഒരെണ്ണം തട്ടിപ്പോയത്, നമ്മുടെ പെപ്പറയുടെ ഹെഡ്. സോ അൺഫോർച്ചുനേറ്റ്ലി 1-1. പക്ഷേ നമ്മൾക്ക് കഴിഞ്ഞ കളി 8 ഗോൾ അടിച്ചുകൊണ്ട് തന്നെ പിന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മളാണ് ഏറ്റവും ടോപ്പിലുണ്ടാവുക. കാരണം രണ്ടാമത്, അതായത് ഒരേ പോയിന്റ് നിൽക്കുകയെന്ന് വെച്ചാൽ രണ്ടാമത് നോക്കുന്നത് ഗോൾ ഏവറേജ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ കളി അടിച്ചു വാരി കയറ്റി 8 ഗോൾ അടിച്ചുള്ളതുകൊണ്ട് 8 ഗോള് നമ്മൾ അടിച്ചുള്ളതുകൊണ്ട് നമുക്ക് ആയിരിക്കും അഡ്വാൻറ്റേജ്. കാരണം അതായത് നമ്മൾ തന്നെ ആയിരിക്കും ഡയറക്റ്റ്ലി ക്വാളിഫയേഴ്സിലേക്ക് സെലക്ട് ആവുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബിലോ. ഇതേപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ അപ്ഡേറ്റ്സ് നേരത്തെ കിട്ടാൻ വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വയ്ക്കുക. സോ ഇത്രയേ ഉള്ളൂ ഫോർ നൗ. താങ്ക്സ് ഫോർ വാച്ചിങ്.